ലൈംഗിക പീഡനം, കൂട്ടബലാത്സംഗം, ആൾക്കൂട്ട ആക്രമണങ്ങൾ, വഴിയരികിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസിയതിന് പൊരിഞ്ഞ തല്ല്, എങ്ങും ആക്രമണങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും വാർത്തകളാണ് നമ്മുടെ ദിനപത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറയുന്നത്. എന്താണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇതിന് നിരവധി സാംസ്കാരിക, സാമൂഹ്യ, മനഃശാസ്ത്ര പശ്ചാത്തലങ്ങളുണ്ട്. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്ക് നമ്മുടെ മാറി വരുന്ന ഭക്ഷണ രീതികളും ഭക്ഷണ വിഭവങ്ങളും ഒരു കാരണമാകുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുകയാണ് ഇവിടെ. നമുക്കറിയാം, പരമ്പരാഗതമായി നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായ ഭക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെജിറ്റേറിയൻ ആയാലും ശരി, നോൺ വെജിറ്റേറിയൻ ആയാലും ശരി, പ്രോസസ് ചെയ്തതും അതേപോലെ കൃത്രിമ മധുരങ്ങൾ ചേർത്തതും അമിതമായ അളവിൽ ഷുഗറും കൊഴുപ്പുമൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇന്ന് കൂടുതലും മാർക്കറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കൾക്കും അതൊക്കെ തന്നെയാണ് ആവശ്യമുള്ളത്. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ സ്വഭാവ രീതിയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊന്ന് പരിശോധിക്കാം. അമിതമായ അളവിൽ കൃത്രിമ മധുരം ചേർത്ത ഭക്ഷണങ്ങൾ നമ്മുടെ മനസ്സമ്മർദ്ദങ്ങൾ കൂട്ടുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമിതമായ അളവിലുള്ള കൊഴുപ്പും ഷുഗറും നമുക്ക് നമ്മുടെ നാഡിയിലെ രാസഘടനയെയും ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അമിതമായ അളവിലെ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ കൂടുകയും അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുത്തനെ കുറയുകയും ചെയ്യുന്നത് അവരിൽ പരിഭ്രാന്തി, അസ്വസ്ഥത, മൂഡ് സ്വിങ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ അക്രമപരമായ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭം നീങ്ങുകയാണെങ്കിൽ തീർത്തും അത്തരം ആളുകൾ അക്രമത്തിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ വൈകാരിക നിയന്ത്രണത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്, അതേപോലെ തന്നെ മഗ്നീഷ്യം, അതേപോലെ തന്നെ ബി വിറ്റമിനുകൾ എന്നിവയുടെ അളവ് തുലവും കുറഞ്ഞ ഭക്ഷണങ്ങളാണിത്. കൂടുതൽ അളവിൽ കലോറി ഉള്ള ഭക്ഷണങ്ങൾ ഒരിക്കലും സമീകൃത പോഷകാഹാരങ്ങളുള്ള ഭക്ഷണങ്ങളായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വൈകാരിക നിയന്ത്രണത്തെ ദോഷകരമായി ബാധിക്കുന്ന ഈ തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഈ മേൽപ്പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ മഗ്നീഷ്യവും ബി വിറ്റാമിനുകളൊക്കെ കുറയ്ക്കുക വഴി അതും ചില ഘട്ടങ്ങളിൽ അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ജങ്ക് ഫുഡുകൾ നമ്മുടെ ഹോർമോണുകളായിട്ടുള്ള കോർട്ടിസോൾ, അതേപോലെ തന്നെ അഡ്രിനാലിൻ എന്നിവയുടെ ഘടനയെ ബാലൻസ് തെറ്റിക്കുകയും ചില ഘട്ടങ്ങളിലെങ്കിലും രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് അവ നയിക്കുകയും തുടർന്നുണ്ടാകുന്ന തികച്ചും യാദൃച്ഛികമായ പല സംഭവങ്ങൾ ഇതേപോലെയുള്ള ലൈംഗിക പീഡനങ്ങളിലേക്കോ അക്രമങ്ങളിലേക്കോ ഒക്കെ നയിക്കപ്പെടുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ഇത്തരം നിഷേധാത്മകമായ പ്രവർത്തനങ്ങളോ അക്രമ പ്രവർത്തനങ്ങളോ നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് തികച്ചും അവാസ്തവമാണ്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ അളവിലേറെയുള്ള ഊർജം പണ്ട് കാലങ്ങളിലൊക്കെ യുവാക്കളാണെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടോ മുതിർന്നവരാണെങ്കിൽ കായികാധ്വാനത്തിൽ ഏർപ്പെട്ടോ അത് ചിലവഴിക്കുമായിരുന്നു. ഇന്ന് അത്തരം അമിത ഊർജം ചിലവഴിക്കാനുള്ള കായിക വിനോദങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ ഫുട്ബോൾ കളിക്കുന്നത് കാണാമായിരുന്നു, ക്രിക്കറ്റ് കളിക്കുന്നത് കാണാമായിരുന്നു, വോളിബോൾ കളിക്കുന്നത് കാണാമായിരുന്നു. ധാരാളം കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആളൊന്നിന് വൈകുന്നേരം 1 മണിക്കൂറിന് 100 രൂപ വാടക കൊടുത്ത് ടർഫിൽ കളിക്കേണ്ട അവസ്ഥ വരുന്നതോടുകൂടി നമ്മുടെ കളിസ്ഥലങ്ങൾ ചുരുങ്ങുകയും കളിയിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്നതോടുകൂടി ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ അമിത ഊർജം നമ്മളെ മറ്റു പല നിഷേധാത്മക പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഒന്ന് അവിടെ നിൽക്കട്ടെ. 2, നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം. ഇതിലേറ്റവും പ്രധാനം നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ചില പോരായ്മകളാണ്.
നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം അഥവാ പഠനം അഥവാ പരീക്ഷ എന്ന് പറയുന്നത് ചില ഓർമ്മ പരീക്ഷണങ്ങൾ മാത്രമാണ്. പരീക്ഷകൾ ഓർമ്മ പരീക്ഷകളാണ്. നമ്മുടെ പേപ്പറിലേക്ക് പഠിച്ചത് അതേപോലെ പകർത്തി എഴുതി അതിൻ്റെ മാർക്കിൻ്റെ പേരിൽ ബുദ്ധിമാനെന്നും മണ്ടനെന്നും തരംതിരിക്കുന്ന പരീക്ഷാ സംവിധാനത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഓർമ്മ മത്സരത്തിൽ എല്ലാവർക്കും ഒരേ നിലവാരം പുലർത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലർക്ക് ഓർമ്മ നിലനിർത്തുക എന്നതിനപ്പുറം അവർക്ക് അവരുടെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന അഥവാ അവരുടെ നൈസർഗിക കഴിവുകൾ കൊണ്ട് കൂടുതൽ മേന്മയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക. അവരുടെ ഭാവന, അതേപോലെ തന്നെ അവരുടെ കരവിരുത്, അതേപോലെ തന്നെ അവരുടെ ചിന്താശേഷി കൊണ്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കൽ. പക്ഷേ ഇത്തരം വ്യക്തികളുടെ കഴിവുകൾ പുറത്തെടുത്ത് അവർക്ക് ഉതകുന്ന തൊഴിൽ ചെയ്യാനുള്ള കോഴ്സുകളുടെ അഭാവം ഈ ഓർമ്മ പരീക്ഷ പാസ്സായി വന്നതിന് ശേഷമുള്ള കോഴ്സുകളോട് താരതമ്യം ചെയ്യുമ്പോൾ തുലോം കുറവാണ്. അതുകൊണ്ട് ഇത്തരം ഓർമ്മശക്തി കുറഞ്ഞ ആളുകൾ അവരെ മണ്ടന്മാരെന്ന് ലേബലടിച്ച് സ്കൂളുകളിൽ നിന്ന് പുറത്തു വിടുക വഴി അവരിൽ പലരും സമൂഹത്തിലെ നിഷേധികളായി വരുന്നു, നിഷേധികളായി മാറാനുള്ള ഒരു അവസരം നിലനിൽക്കുന്നു എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഒരു സാമൂഹ്യ ഘടനയിലുള്ള ഒരു ചെറിയ തകരാറാണ്. 2, തൊഴിൽ രാഹിത്യം. നിരവധി യുവാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. എല്ലാ ഓട്ടോമേഷനും എല്ലാ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം കൂടി വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉപഭോഗ സംസ്കാരം അവന് കൂടുതൽ പണത്തിൻ്റെ ആവശ്യകത ഉണ്ടാക്കുകയും എന്നാൽ പണത്തിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴികളിലേക്ക് അവരെ എത്തിക്കുന്നു. ഇത്തരം കുറുക്കു വഴികൾ പലപ്പോഴും നിഷേധാത്മകവും പ്രതിലോമകരവുമായിരിക്കും എന്ന കാര്യത്തിൽ, ഒരു സമൂഹത്തിന് ദോഷകരവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ തകരാറുകളുണ്ട്, നമ്മുടെ തൊഴിൽ രാഹിത്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ, അതല്ലാതെ തൊഴിലധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ഓർമ്മ പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി എഞ്ചിനീയറിംഗ് കോളേജുകളിലോ പോളിടെക്നിക്കുകളിലോ പോയി മാത്രം തൊഴിലെടുക്കുന്ന സാഹചര്യം മാറി. എല്ലാവരുടെയും കഴിവിനനുസരിച്ച് ഉതകുന്ന തൊഴിൽ കോഴ്സുകളും ആ കോഴ്സുകൾ പാസ്സായി വരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ അതിനുതകുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള തൊഴിൽശാലകളും ഉണ്ടാകുമ്പോഴേ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ ഒരു പരിഹാരമുണ്ടാകൂ എന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ്. ഇനി ഈ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ആദ്യം ഉടലെടുക്കുന്നത് കുടുംബത്തിനകത്താണ്. അതും ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ കഴിവ് എന്താണെന്നൊരു കുട്ടിക്ക് തിരിച്ചറിയാനുള്ള മേഖലകൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല. ഇംഗ്ലീഷിലോ മാത്സിലോ മാർക്ക് നേടുന്നത് മാത്രമാണ് കഴിവ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ താരതമ്യങ്ങൾ വരികയാണ്. എനിക്കൊട്ടും കഴിവില്ലാത്തവൻ എന്ന് ഞാൻ സ്വയം വിശ്വസിച്ചു പോകുന്ന ഒരു താരതമ്യ രീതി പല കുടുംബങ്ങളിലും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുത്തനെ ഇകഴ്ത്തുകയും ഒരുത്തനെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ഇകഴ്ത്തുന്നവൻ നേരെ ഒരു നിഷേധ മനസ്സിന് ഉടമയാകുന്നു എന്നുള്ളതും നമ്മൾ കാണാതെ വയ്യ. ഒന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഭീഷണിയായി വരുന്നത് വളരെയധികം പടരുന്ന ലഹരി ഭീഷണിയാണ്, രാസലഹരി ഭീഷണിയാണ്. നമ്മുടെ MDMA, കൊക്കൈൻ പോലെയുള്ള രാസവസ്തുക്കൾ പെട്ടെന്നുള്ള പ്രതികരണത്തിലേക്ക്, ഉന്മാദാവസ്ഥയിൽ നിൽക്കുമ്പോൾ പെട്ടെന്നുള്ള ആക്രമണ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നു. അതേപോലെ തന്നെ ഇത്തരം MDMA, കൊക്കൈൻ പോലെയുള്ള വസ്തുക്കൾ നമ്മുടെ ഈ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്ന കെമിക്കലുകളുടെ ബാലൻസ് തെറ്റിക്കുക വഴി ഒരു ഉന്മാദാവസ്ഥയിൽ മറ്റുള്ളവരോട് ഒരു എമ്പതി ഇല്ലായ്മ, ഒരു സഹാനുഭൂതി ഇല്ലായ്മ, അങ്ങനെ രീതിയിൽ എത്തിക്കുമ്പോൾ എന്തു വന്നാലും ശരി മുൻപിൻ നോക്കാതെയുള്ള ആക്രമണങ്ങളിലേക്ക് അത് അവരെ നയിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇത് അമിത ലൈംഗിക ആസക്തി നൽകുന്നതാണ് തുടക്ക കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് മുൻപിൻ നോക്കാതെയുള്ള ഈ ലൈംഗിക പീഡനങ്ങളും കൂട്ടബലാത്സംഗങ്ങളും ഒക്കെ അരങ്ങേറുന്നത്. ഇതിനോടനുബന്ധിച്ച് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ വളരുന്ന സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായി വളരുന്ന ഈ ലഹരി മാഫിയയെ നേരിടുന്നതിൽ, ഇത്തരം ലഹരി മാഫിയകളെ ഒതുക്കുന്നതിൽ, ഇത്തരം ലഹരി വസ്തുക്കളുടെ വ്യാപനത്തെ തടയുന്നതിൽ നമ്മുടെ ഭരണകൂടങ്ങൾ എടുത്ത നടപടികൾ തികച്ചും അപര്യാപ്തമാണ്, പോരാത്തതാണ് എന്ന് പറയാതെ വയ്യ. നമ്മുടെ ലഹരി തടയുന്നതിൻ്റെ മുഖ്യ ചുമതല നമ്മുടെ സംസ്ഥാന എക്സൈസ് വകുപ്പിനാണ്. പക്ഷേ
എക്സൈസ് വകുപ്പിൽ ഇതിനനുസരിച്ച് ഈ ഭീഷണിക്കനുസരിച്ച് സേനാംഗങ്ങളുടെ അംഗബലം കൂട്ടിയതായോ അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ശാസ്ത്രീയമായി സംഘടിപ്പിക്കപ്പെട്ട സേനാ വിഭാഗങ്ങൾ ഉള്ളതായോ നമുക്ക് കൂടുതലായി അറിവില്ല. പോലീസിൽ ഡാൻസ് ഓഫ് പോലെയുള്ള ചില വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഇത് ഈ വളരുന്ന ലഹരി മാഫിയയോട് മത്സരിക്കാനോ കിടപിടിക്കാനോ ഉതകുന്നതായി അത് ഇതേവരെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുകൂടി ഇത്തരണത്തിൽ പറയേണ്ടതാണ്. ഇനി എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വരുന്നത് എന്ന് പരിശോധിക്കാം. ഈ സ്ത്രീകൾക്കുള്ള അക്രമം അഥവാ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്, അഥവാ ഇംഗ്ലീഷിൽ അതിന് മിസോഗൈനി എന്ന് പറയും, ഇത് നമ്മുടെ നാട് മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. ബ്രിട്ടനിൽ ഈയിടെ നടത്തിയൊരു പഠനത്തിൽ ബ്രിട്ടനിലെ നല്ലൊരു പങ്ക് യുവാക്കളും സ്ത്രീ വിരുദ്ധരായി വരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതിനൊരു കാരണം അവിടുത്തെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകളാണെന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന സോഷ്യൽ മീഡിയ റീലുകളിൽ 3/4 പങ്കും സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയാതെ വയ്യ. കാര്യം, പല വീടുകൾക്കകത്തും ഭാര്യയാണ് പ്രശ്നക്കാരി, ഭാര്യയാണ് ഒന്നിനും സമ്മതിക്കാത്തവൾ, ഭാര്യയാണ് തലവേദന എന്ന രീതിയിലുള്ള കണ്ടന്റുകൾ അടങ്ങിയ റീലുകൾക്ക് വളരെയധികം ജനസമ്മതി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു സ്ത്രീവിരുദ്ധ മനോഭാവത്തിലേക്ക് ഇവരെ നയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഇതിനൊരു പരിഹാരം? ഹൈസ്കൂൾ കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്നത് ഇതിന് നല്ലൊരു പരിഹാരമാണ്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ നെറ്റി ചുളിയുന്നു, ചിലർ അതിനെ എന്തോ സംശയത്തോടെ വീക്ഷിക്കുന്നു, അത് അശ്ലീലമാണെന്ന് ചിന്തിക്കുന്നു. ഒരിക്കലുമല്ല. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കൗമാരക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ സമയത്ത് വളരുന്ന ഹോർമോൺ വളർച്ച കാരണമുണ്ടാകുന്ന പല മാറ്റങ്ങളുടെയും സംശയ ദൂരീകരണത്തിനും, അതേപോലെ തന്നെ എതിർലിംഗങ്ങളെ മനസ്സിലാക്കാനും എതിർലിംഗത്തിൽപ്പെട്ടവരെ മനസ്സിലാക്കാനും അവരെന്താണെന്നും അവരുടെ ശരീരഘടന എന്താണെന്നും അവരും മനുഷ്യരാണെന്നും അവരും ആദരിക്കപ്പെടേണ്ടവരാണെന്നും അവരും മാനിക്കപ്പെടേണ്ടവരാണെന്നും അവർ വെറും ലൈംഗിക വസ്തുക്കളല്ല എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതുമായ ഒരു പദ്ധതിയാണ് ലൈംഗിക വിദ്യാഭ്യാസം. പക്ഷെ ഇന്നും ഇക്കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. ഇത്തരം കാര്യങ്ങൾ പരസ്യമായി സംസാരിക്കുന്നത് തന്നെ വളരെ മ്ലേച്ഛമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. ഇങ്ങനെ മതിയായ ലൈംഗിക വിദ്യാഭ്യാസം വരികയും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുകയും അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണെന്നും നമ്മളെപ്പോലെ വിചാരങ്ങളുള്ള മനുഷ്യരാണെന്നും പ്രതികരണശേഷിയുള്ളവരാണെന്നും പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു യുവത വരുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു ശമനമുണ്ടാവുകയുള്ളൂ. ചില ദൃശ്യമാധ്യമങ്ങളും അതേപോലെ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ കണ്ടന്റുകളുമൊക്കെ ഇതിനെ വളരെ നെഗറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകളിൽ സെൻസറിങ് തീരെ ഇല്ലാത്തത് ചില വളരെ മോശമായ രീതിയിലുള്ള റീലുകൾ പുറത്തു വരാൻ കാരണമാകുന്നു. അശ്ലീലകരമായ നമ്മുടെ യുവാക്കൾ, കൗമാരക്കാർ പലരും ഇത്തരം അശ്ലീല വീഡിയോകൾക്കും അശ്ലീല റീലുകൾക്കും അടിമപ്പെട്ട് അത് പിന്നീട് ജീവിതത്തിൽ യഥാർത്ഥത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് ചിന്തിച്ച് ഇത്തരം അക്രമപ്രവണതകളിൽ ഏർപ്പെടുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിഹാരം. ഭരണകൂടം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്താൻ ഒരു സംഘത്തെ നിയോഗിക്കുകയും അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ കാതലായ മാറ്റം വരുത്തി തച്ചുടച്ച് പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയും പറയുന്നതല്ല, ഒരു വിവാദം ഉണ്ടാക്കാനും പറയുന്നതല്ല. ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മാത്രം ഉണർത്തിക്കൊള്ളുന്നു. ഓക്കെ, ബൈ.